INS മൽവാൻ രണ്ടാമത്തെ മാഹി ക്ലാസ് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ്. ഇതിന് ഛത്രപതി ശിവജിയുമായിട്ടുള്ള ബന്ധമെന്താണ്? ഛത്രപതി ശിവാജി മഹാരാജാന്റെ സമ്പന്നമായ സമുദ്ര പൈതൃകത്തിലും സിന്ധു ദുർക്കോട്ടയ്ക്കും പേരുകേട്ട മഹാരാഷ്ട്രയിലെ ചരിത്രപ്രസിദ്ധമായ തീരദേശ പട്ടണമാണ് മാൽവൻ. മാൽവനിൽ നിന്നാണ് ഈ യുദ്ധക്കപ്പലിനും അതേ പേര് ലഭിച്ചത്. കപ്പലിന്റെ ഔദ്യോഗിക പദവി മുദ്ര അഥവാ ക്രസ്റ്റ് നാവികസേന കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഛത്രപതി ശിവജി ഉപയോഗിച്ചത് എന്ന് പറയുന്ന വാഖ് നഖ് ആണ് മാൽവന്റെ ക്രസ്റ്റിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ധീരത, വേഗത, അചഞ്ചലമായ നിശ്ചയദാർഢ്യം, ഇതിന്റെ എല്ലാം പ്രതീകമാണിത്. തീരദേശങ്ങളിലെ ആഴം കുറഞ്ഞ കടൽ മേഖലകളിൽ പോലും അതിവേഗത്തിൽ കുതിച്ചുയരാൻ തക്കവണ്ണമാണ് ഇതിന്റെ സവിശേഷമായ ഡിസൈൻ. പ്രതിരോധ രംഗത്ത് ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് ഒന്നുകൂടി കൂടുകയാണ്. മറ്റൊരു തദ്ദേശീയ നിർമ്മിതിയാണ് മാൽവാൻ. ബിജാപൂർ സുൽത്താനേറ്റിന്റെ സേനാനായകനായിരുന്ന അഫ്സൽ ഖാനെ വധിക്കാൻ ഉപയോഗിച്ച ആയുധമായിരുന്നു വാഖ് നഖ്. 1659 ശിവാജിയെ കാണാനെത്തിയ അഫ്സൽ ഖാൻ ആലിംഗനം ചെയ്യുന്നതിനിടെ കഠാര കൊണ്ട് അദ്ദേഹത്തെ കുത്തുകയായിരുന്നു. ചതി മുൻകൂട്ടി കണ്ടിരുന്ന ശിവജി കവചം ധരിച്ചിരുന്നതിനാൽ പരിക്കേറ്റില്ല. അതിന് പിന്നാലെ കയ്യിൽ ധരിച്ചിരുന്ന വാഖ് നഖ് കൊണ്ട് അഫ്സലിന്റെ ചങ്ക് തകർത്തു. സ്വാതന്ത്ര്യാനന്തരം വാഖ് നഖ് ബ്രിട്ടീഷുകാർ അവർക്കൊപ്പം കൊണ്ടുപോയി. തുടർന്ന് ലണ്ടനിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ച വാഖ് നഖ് തിരിച്ച് ഭാരതത്തിലെത്തിയിട്ടുണ്ട്. സൈലന്റ്, സ്വിഫ്റ്റ്, ലെത്തൽ, നിശബ്ദം, അതിവേഗം, മാരകം. ഇത് തന്നെയാണ് മാൽവൻ എന്ന യുദ്ധക്കപ്പലിന്റെ പ്രധാന ആപ്തവാക്യം. സൈലന്റ് ക്ലോസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കപ്പൽ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ വളരെ രഹസ്യമായി നീങ്ങാനും സമുദ്രാന്തർഭാഗത്ത് ഒളിച്ചിരിക്കുന്ന ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തി തകർക്കാനും ശേഷിയുള്ളതാണ്. തീരദേശങ്ങളിലെ ആഴം കുറഞ്ഞ കടൽ മേഖലകളിൽ പോലും അതിവേഗത്തിൽ കുതിച്ചുവരാൻ തക്കവണ്ണമാണ് ഇതിന്റെ സവിശേഷ ഡിസൈൻ. പ്രതിരോധ രംഗത്ത് ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വിളിച്ചോതുന്ന തദ്ദേശീയ നിർമ്മിതിയാണ് മാൽവൻ എന്ന് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. തദ്ദേശീയമായി നിർമ്മിച്ച സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് പുറത്തിറക്കിയതോടെ ഇന്ത്യൻ നാവികസേന കപ്പലുകളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. INS മഹേന്ദ്രഗിരി നാവികസേനയിൽ ചേർന്നതിന് ശേഷം തദ്ദേശീയമായി നിർമ്മിച്ച മറ്റൊരു യുദ്ധക്കപ്പലായ INS മാൽവാനും ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു. ആധുനിക യുദ്ധക്കപ്പലുകളുടെ തുടർച്ചയായ വിതരണം ഇന്ത്യയുടെ വളർന്നുവരുന്ന ശക്തിയെ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ നാവികസേന ജൂലൈ 22-ന് രണ്ടാമത്തെ മാഹി ക്ലാസ് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് INS മാൽവാൻ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യും. ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ഇത് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത്. ആത്മനിർഭർ ഭാരത് ക്യാമ്പയിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കപ്പലിൽ 80% തദ്ദേശീയ ഉപകരണങ്ങളും സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു. ആഴം കുറഞ്ഞ ജലാശയങ്ങളിലെ ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തും, നിർവീര്യമാക്കും. ഇതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് മാൽവാൻ. അണ്ടർ വാട്ടർ നിരീക്ഷണം, തീരദേശ സുരക്ഷ, ഖനിയുദ്ധം, തിരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും. ഏകദേശം 80 മീറ്റർ നീളവും ഏകദേശം 1200 ടൺ ഭാരമുള്ള INS മാൽവാൻ അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. നൂതന സോണാർ സംവിധാനങ്ങൾ, ലോ ഫ്രീക്വൻസി വേരിയബിൾ ഡെപ്ത് സോണാർ, ആന്റി സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചറുകൾ, ഭാരം കുറഞ്ഞ ടോർപിഡോ ലോഞ്ചറുകൾ, 30 mm നാവിക തോക്കുകൾ, ആധുനിക റഡാർ കോമ്പാറ്റ് മാനേജ്മെന്റ് സംവിധാനങ്ങൾ എന്നിവ ഇതിൽ സജ്ജമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.